ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു ടിപ്സ് ഫോർ യു. കിച്ചൺ ക്ലീനിങ്. കിച്ചൺ വൃത്തിയാക്കുന്നത് വലിയൊരു ടാസ്ക് തന്നെയാണ്. വൃത്തിഹീനമായ അടുക്കള രോഗങ്ങൾ വരാനും ഇടയാക്കും. ഈസിയായി കെമിക്കൽസിൻ്റെ ഉപയോഗമില്ലാതെ നമുക്ക് കിച്ചൺ എങ്ങനെ ക്ലീൻ ചെയ്യാം, അതിനുള്ള കുറച്ച് ടിപ്സാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യുന്നത്. ഫ്രിഡ്ജിലെ ദുർഗന്ധം അകറ്റാൻ. ഫ്രിഡ്ജ് നമ്മുടെ ഭക്ഷണപാനീയങ്ങൾ കേടാവാതെ സൂക്ഷിക്കാനുള്ള മാർഗമാണ്. പക്ഷേ കുറേ നാളുകൾ ഭക്ഷണങ്ങൾ അതിനുള്ളിൽ ഇരുന്നാൽ ദുർഗന്ധം ഉണ്ടാവും. ഈ ദുർഗന്ധം അകറ്റാൻ വേണ്ടി ഒരു ചെറിയ മാർഗമുണ്ട്. 1 കപ്പ് ഇളം ചൂടുവെള്ളത്തിൽ 2 ടീസ്പൂൺ വാനില എക്സ്ട്രാക്റ്റും 1/2 കപ്പ് വൈറ്റ് വിനെഗറും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ശേഷം ഈ മിശ്രിതം ഫ്രിഡ്ജിൽ സ്പ്രേ ചെയ്ത് തുടച്ചെടുക്കുക. ദുർഗന്ധം മാറിക്കിട്ടും. ഫ്രിഡ്ജ് നന്നായി ക്ലീൻ ചെയ്യും. ഈ മിശ്രിതം 3 മാസത്തോളം വരെ ഉപയോഗിക്കാം. കിച്ചൺ സിങ്ക് ക്ലീൻ ചെയ്യാൻ. നമ്മൾ കഴിക്കുവാനും ഭക്ഷണം പാകം ചെയ്യാനും ഉപയോഗിക്കുന്ന പാത്രങ്ങളും സ്പൂണുകളും എല്ലാം കഴുകുന്നത് കിച്ചൺ സിങ്കിലാണ്. തുടർച്ചയായ ഉപയോഗം മൂലം ഇത് വൃത്തിഹീനമാകുകയും കര പിടിക്കുകയും ചെയ്യും. ഇതുമൂലം സിങ്ക് ഹോളിൽ നിന്നും ദുർഗന്ധവും ഉണ്ടാകാം. ഈ കരകളും ദുർഗന്ധവും അകറ്റാൻ ഒരു മാർഗമുണ്ട്. ഉപയോഗിച്ച് കഴിഞ്ഞ ചെറുനാരങ്ങയുടെ തുണ്ടിൽ അല്പം ഉപ്പ് വിതറി കരകളുള്ള ഭാഗത്ത് ഉരയ്ക്കുകയും ശേഷം വെള്ളമൊഴിച്ച് കഴുകുകയും ചെയ്യുക. സിങ്കിലെ കര കളയാനുള്ള മികച്ച മാർഗമാണിത്. അല്പം നാരങ്ങ നീരും ബേക്കിംഗ് സോഡയും സിങ്ക് ഹോളിൽ ഒഴിച്ച് 15 മിനിറ്റ് കഴിഞ്ഞ് കഴുകിക്കളഞ്ഞാൽ സിങ്ക് ഹോളിലെ ദുർഗന്ധം മാറിക്കിട്ടും. സിങ്ക് നന്നായി ക്ലീൻ ആവുകയും ചെയ്യും. സ്റ്റൗവിലെ കര കളയാൻ. ഭക്ഷണം പാകം ചെയ്യുമ്പോൾ വേഗം കര പിടിക്കുന്ന കിച്ചണിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഭാഗമാണ് സ്റ്റൗ. ഇത് ക്ലീൻ ചെയ്യാൻ ഒരു മാർഗമുണ്ട്. അല്പം ബേക്കിംഗ് സോഡ സ്റ്റൗവിന് മുകളിൽ വിതറി 15 മിനിറ്റിന് ശേഷം നാരങ്ങ കൊണ്ട് നന്നായി ഉരയ്ക്കുക. ശേഷം തുഴച്ച് വൃത്തിയാക്കുക. പാചകത്തിനിടെ എണ്ണയും മറ്റും വീണ്ടുണ്ടാകുന്ന കറകൾ നീക്കി സ്റ്റൗ നന്നായി തിളങ്ങും. ഓവനിലെ കര ക്ലീൻ ചെയ്യാം. കേക്ക് പാകം ചെയ്യുമ്പോഴും മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോഴും പെട്ടെന്ന് തന്നെ ഓവനിൽ കരിഞ്ഞ് കര പിടിക്കാറുണ്ട്. ഇത് കളയാൻ ഒരു മാർഗമുണ്ട്. വെള്ളവും സോഡാപ്പൊടിയും ചേർത്ത് മിക്സ് ചെയ്ത് കരയുള്ള ഭാഗത്ത് പുരട്ടി ഒരു രാത്രി റെസ്റ്റ് ചെയ്യുക. രാവിലെ കുറച്ച് വിനെഗർ അതിൻ്റെ മുകളിൽ സ്പ്രേ ചെയ്ത് ശേഷം ഒരു ടവൽ കൊണ്ട് തുടച്ചെടുക്കുക. ഓവൻ നന്നായി ക്ലീൻ ആവും. കിച്ചൺ ടേബിൾ ടോപ്പ്. പാചകം ചെയ്യുമ്പോൾ പെട്ടെന്ന് അഴുക്കാവുന്ന ഭാഗമാണ് കിച്ചൺ ടേബിൾ ടോപ്പ്. കറയും അഴുക്കുകളും ധാരാളം ഉണ്ടാവാറുണ്ട്. ഇത് ക്ലീൻ ചെയ്യാൻ ഈസി ആയിട്ടുള്ളൊരു മാർഗമുണ്ട്. 1 കപ്പ് വെള്ളത്തിൽ 2 സ്പൂൺ നാരങ്ങ നീരും 2 സ്പൂൺ വിനെഗറും മിക്സ് ചെയ്ത് സ്പ്രേ ചെയ്യുക. 15 മിനിറ്റ് ശേഷം കോട്ടൺ തുണിയോ ക്ലീനിങ് ടവലോ ഉപയോഗിച്ച് തുടച്ചു നീക്കുക. ടേബിൾ ടോപ്പ് വൃത്തിയും തിളക്കമുള്ളതുമാകും. കിച്ചൺ ക്ലീൻ ചെയ്യാൻ കെമിക്കൽസ് ഇല്ലാത്ത ഈ ഈസി ടിപ്സ് നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്യുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു. ബൈ.